നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരുന്ന ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ പ്രവൃത്തി ദിവസമുള്ള ഒരു ആഴ്ചയാണ് കടന്നു പോയത്. തിങ്കളാഴ്ച മാർക്കറ്റ് അവധി, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച മാത്രം 3 ദിവസത്തെ വർക്കിംഗ് ഡേ, വെള്ളിയാഴ്ച അഗെയിൻ മാർക്കറ്റ് അവധി. അതിനുശേഷം ഒരു നീണ്ട അവധിക്ക് ശേഷമാണ് നമ്മൾ മാർക്കറ്റിൽ വീണ്ടും ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നത്. പൊതുവെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വരുന്ന ആഴ്ചയിൽ ഇന്ത്യനെ സംബന്ധിച്ച് യൂണിയൻ ബഡ്ജറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 8% അടുത്ത് ഫോള്, നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 5% അടുത്ത് ഫോളിൽ നിൽക്കുന്നുണ്ട്. HDFC ബാങ്കിൽ ഒരു സീവിയർ ആയിട്ടുള്ളൊരു സെൽ ഓഫ്, അങ്ങനെ മറ്റു ഒരുപാട് ന്യൂസുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഈവൻറ്റുകളെല്ലാം തന്നെ നടന്ന ഒരു ആഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് ഹൈലി വോളറ്റിലായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോക്ക്. FISൻ്റെ ഭാഗത്തു നിന്ന് ഒരു അതിക്രൂരമായ രീതിയിലുള്ളൊരു സെല്ലിങ്ങാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഇന്ന് ഞായറാഴ്ച ദിവസം കൊച്ചിയിൽ നമുക്കിവിടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഹൗസ്ഫുള്ളായിരുന്നു. ഏകദേശം ഒരു 15 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. വരും ആഴ്ചയിൽ കോഴിക്കോടുണ്ട്, അതിനുശേഷം കൊച്ചിയിലുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. കുറഞ്ഞ ഫീസിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ കാണാൻ 48,000. ആ ഒരു റേഞ്ചിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം ഒരു 44,000 സപ്പോർട്ട് എടുത്തു. എന്നാൽ അതിന് ഏകദേശം ഒരു 3,000 പോയിൻ്റ് ഒരു ഫോള് ബാങ്ക് നിഫ്റ്റി നടത്തി. നിഫ്റ്റി നോക്കാം, 22,200 നിന്ന് 21,200 ഒരു വലിയൊരു ഫോള് നിഫ്റ്റിയും നടത്തി. 4% അടുത്ത് നിഫ്റ്റി ഫോള് രേഖപ്പെടുത്തി നിഫ്റ്റി എത്തി നിൽക്കുകയാണ്. വീക്കിലി അടിസ്ഥാനത്തിൽ നമുക്ക് സെക്ടറുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഫാർമ സെക്ടർ മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. മീഡിയ സെക്ടർ ZL നടത്തിയ സീവിയർ ആയിട്ടുള്ളൊരു ഫോള് കാരണം മീഡിയ സെക്ടർ 10% ഇടിവ്, റിയാലിറ്റി 5%, ബാങ്ക് 2.5%, ഫിൻ സർവീസ്, PSU ബാങ്ക്, FMCG, IT തുടങ്ങിയ ഫാർമ ഒഴികെയുള്ള എല്ലാ സെക്ടറിലും ശക്തമായൊരു ഇടിവ് കണ്ടു. ഇനി FISൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. കഴിഞ്ഞ 3 ദിവസം മാത്രം FIS ഏകദേശം ഒരു 12,000 കോടി രൂപക്ക് അടുത്ത് അവർ സെല്ല് നടത്തി കാണാം. 3,115 കോടി രൂപ ചൊവ്വാഴ്ച ദിവസം, ബുധനാഴ്ച 6,934 കോടി രൂപ, വ്യാഴാഴ്ച ദിവസം 2,144 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മാക്സിമം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം 214, പിറ്റത്തെ ദിവസം 6,012, അവസാന ദിവസം 3,474 കോടി രൂപക്ക് ബൈയിങ് നടത്തി ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം. ഗ്ലോബൽ ഈവൻറ്റുകളുടെ സമയവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. US നിന്ന് ചൊവ്വാഴ്ച ദിവസം കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ 8:30 വരും. 8:30 രാത്രി 8:30 വരും, 8:30 PM. യൂറോസോണിൻ്റെ GDP 2:30 PM വരുന്നുണ്ട്. ജർമ്മനിയിലെ GDP 3:30 വരുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം വലിയ ഈവൻറ്റുകളില്ല. ബുധനാഴ്ച ദിവസം US നിന്ന് നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് 6:45 PM വരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് 9 PM വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI 7:15 AM വരുന്നുണ്ട്. ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 6:30 വൈകിട്ട് 6:30 വരുന്നുണ്ട്. തേഴ്സ്ഡേ ആണ് വളരെ വലിയൊരു ഈവൻറ്റുകളുള്ളത്. US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 12:30, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം 7 PM. ചൈനയിൽ നിന്ന് സർവീസ് PMI 7:15 AM. യൂറോസോണിൻ്റെ CPI 3:30 വൈകിട്ട് 3:30. ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI 3 PM. UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് 5:30 PM. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI 10:30 AM. ബഡ്ജറ്റ്, യൂണിയൻ ബഡ്ജറ്റ് 11:30 തുടങ്ങും. ഫ്രൈഡേയിൽ ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റ് 3 AM വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഗ്ലോബൽ ഈവൻറ്റുകൾ. അപ്പോൾ കൃത്യമായിട്ട് സമയമടക്കം കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 55 പോയിന്റ് ഇടിഞ്ഞ് 0.36 ആണ്. എന്നാൽ ഡോ 60 പോയിന്റ് റാലി രേഖപ്പെടുത്തി. ഒരു ഡോയെല്ലാം തന്നെ 38,000 റേഞ്ചിൽ എത്തി നിൽക്കുന്നുണ്ട്. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഗോൾഡെല്ലാം തന്നെ $2,018 എന്ന നിലയിൽ നിൽക്കുന്നുണ്ട് പെർ ഔൺസ്. അപ്പോൾ നാസ്ഡാക്കിൽ ഒരു ഇന്റൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി കഴിഞ്ഞ വെള്ളിയാഴ്ച 11% ഫോള് നാസ്ഡാക്കിൽ നടത്തിയിരുന്നു.
കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് എല്ലാം തന്നെ മോശമായതാണ് ഇൻ്റൽ ഇടിയാനായിട്ടുള്ളൊരു പ്രധാന കാരണം ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നാളെ രാവിലെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാർത്തയിൽ ഏറ്റവും ആദ്യമുള്ളത് യെസ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റ് 349% ഉയർന്ന് 231 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2.5% ഉയർന്നു. ഇന്ത്യയുടെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് ഒരുപാട് വ്യാപാര കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിലുള്ള കരാറുകളാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഡിഫൻസ് സെക്ടറുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് കമ്പോണൻറ്റ് മാനുഫാക്ചർ ആയിട്ടുള്ള എൻട്രൻസ് ടെക്നോളജി കമ്പനി അവരുടെ പ്ലാന്റിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 35 കോടി രൂപ ചെലവഴിക്കാൻ കമ്പനി തീരുമാനിച്ചു. സെൻ ടെക്നോളജി കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 5 മടങ്ങ് ഉയർന്ന് 31 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം 7.5 കോടി രൂപയായിരുന്നു കരസ്ഥമാക്കിയത്. കൂടാതെ തന്നെ ബോർഡ് 1000 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ 1000 കോടി രൂപ സമാഹരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയിൽ നിന്നൊരു ന്യൂസ് ഉള്ളത്, സിപ്ലയിലെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ സമിന ഹമീദ് അദ്ദേഹം റിസൈൻ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. RBIയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രധാന അപ്രൂവൽ LICക്ക് കിട്ടിയിട്ടുണ്ട്. HDFC ബാങ്കിൽ LICക്കുള്ള സ്റ്റേക്ക് ഏകദേശം 9.99% ഉയർത്താനായിട്ടുള്ളൊരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. മഹേന്ദ്ര ലോജിസ്റ്റിക് കമ്പനി ഇവരുടെ വെയർഹൗസ് കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. മഹാരാഷ്ട്ര സീംലെസ് കമ്പനിക്ക് 116 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അഹുൽവാലിയ കോൺട്രാക്ട് കമ്പനിക്ക് ഗുജറാത്തിൽ നിന്ന് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ്റെ ഒരു ഓർഡർ കിട്ടി 180 കോടി രൂപയുടെ. ആദാനി പവർ നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങ് ഉയർന്നു 2738 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും 67% ഉയർന്നു. SBI കാർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് ദാതാക്കളായിട്ടുള്ള രണ്ടാമത്തെ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് വന്നു 549 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 500 കോടി രൂപയാണ് കരസ്ഥമാക്കിയിരുന്നത്. 25% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ശ്രീറാം ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്ന് 1818 കോടി രൂപയിലേക്ക് കരസ്ഥമാക്കി. ടാറ്റ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 148 നിന്ന് 170 കോടി രൂപയിലേക്ക് ഉയർന്നു. ശക്തി പമ്പ് 11 കോടി രൂപയിൽ നിന്ന് 45 കോടി രൂപയിലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ വേദാന്തയുടെ നെറ്റ് പ്രോഫിറ്റ് 18% ഫോളായി 2013 കോടി രൂപയിലേക്ക് കുറഞ്ഞു. ഇന്റലക്ട് ഡിസൈൻ അറീന കമ്പനി 63 കോടി രൂപയിൽ നിന്ന് 85 കോടി രൂപയിലേക്ക് ആദായം ഉയർന്നു. AO സ്മോൾ ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% ഫോളായി 375 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസ്, പുത്തൻ ന്യൂസുകൾ, നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഗ്ലോബൽ അപ്ഡേറ്റ്സുകൾ ആയിട്ടെല്ലാം എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.